വെൽക്കം ബാക്ക് ടു ആറന്മുള കിച്ചൻ. ഇന്നത്തെ എൻ്റെ റെസിപ്പി കോഴിക്കോട്ട റെസിപ്പിയാണ്. ഇത് കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത് ക്രിസ്ത്യൻസാണ്. ഇത് ഉണ്ടാക്കുന്നത് ഓശാന ഞായറാഴ്ചത്തെ തലേ ദിവസം ഓശാന ശനിയാഴ്ച ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഞാനിവിടെ അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ്. ഈ അരിപ്പൊടി ഈ ഗ്ലാസ് കൊണ്ട് 2 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസ് കൊണ്ട് 2 ഗ്ലാസ്, അതാണ് ഇതിൻ്റെ അളവ്. ഇനി ഇതിലേക്ക് 1/2 കിലോ ശർക്കര. ഇതിന് മധുരത്തിന്, ഇത് മധുരം കുറവാണ്. മധുരം കൂടുതലുള്ള ശർക്കരകളാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഇതേ ഗ്ലാസ് കൊണ്ട് തന്നെ ഒരു 3 ഗ്ലാസ് തേങ്ങ ചിരകിയത്. ഇത്രയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് വറുത്തിട്ട് വേണമെങ്കിൽ ഇടാം, അതുപോലെ തന്നെ കപ്പലണ്ടി ഇടാം, പിന്നെ എന്താ പറയുക ഏലക്കായ പൊടിച്ചത് അതൊക്കെ ഇടാം. ഞാൻ ഇപ്പോൾ ഇതൊന്നും ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി എങ്ങനെ നമുക്കിത് ഉണ്ടാക്കണമെന്ന് നോക്കാം. കടായി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ കടായിലേക്ക് നമ്മൾ പൊടി അളന്നെടുത്ത ഗ്ലാസ് ഉണ്ടല്ലോ, 2 ഗ്ലാസ് പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2.5 ഗ്ലാസ് വെള്ളം വേണം. 1 ഗ്ലാസ് പൊടിക്ക് 1.25 ഗ്ലാസ് വെള്ളം. അപ്പോൾ ഈ ഗ്ലാസ് കൊണ്ട് 2.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഈ കടായിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, നമ്മൾ 2 ഗ്ലാസ് മാവ് ഇട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കോഴിക്കോട്ട നന്നായി സോഫ്റ്റായിട്ട് വരാനായിട്ട് ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണവരാണെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുന്നവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നവർക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ അത് ഒരു എന്താ പറയുക, ഈ ഒരു കയ്യിൽ കൊണ്ട് 1/2 കയ്യിൽ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇതിലേക്ക് ഈ കയ്യിൽ കൊണ്ട് ഒരു 1/2 കയ്യിൽ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഒഴിക്കുന്നത് നമുക്ക് ആ കോഴിക്കോട്ട നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇതിൻ്റെ രഹസ്യം. അപ്പോൾ നന്നായി മിക്സ് ചെയ്യാം. ഈ വെള്ളം നന്നായി തിളച്ചാൽ നമ്മുടെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ച് കഴിഞ്ഞു, തിളച്ചിട്ടില്ല. നമ്മുടെ കടായിലത്തെ വെള്ളം നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ ഈ പൊടി കുറേശ്ശെ ഇട്ട് കൊടുക്കുക. എന്നിട്ടത് നന്നായി മിക്സ് ചെയ്യുക. തീയെ ചെറിയ തീയിൽ വെച്ചാൽ മതി. നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇതിൽ വെള്ളം എല്ലാ ഭാഗത്തേക്കും ആയിട്ട് നന്നായി മിക്സ് ആയിട്ട് ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ് നേരം നമുക്കിത് അടച്ചു വയ്ക്കാം. അതിന് ശേഷം നമുക്കിത് ഒന്ന് കുഴയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റ് നേരമായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മൂടി തുറന്നിട്ട് അതൊന്ന് കുഴച്ചെടുക്കാം. ഇതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റാം നമുക്ക് ഈ മാവിനെ, എന്നാലും നമുക്കത് കുഴച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. മാവ് ഞാൻ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് കുഴയ്ക്കണം. ഈ കയ്യിൻ്റെ ഈ വശം കൊണ്ട് ആക്കിയാൽ മതി. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് മിക്സായി കുഴഞ്ഞ് കിട്ടും. ഇനിയിപ്പോൾ കയ്യിൽ ഒട്ടുകയാണെങ്കിൽ വെള്ളം തൊട്ടാൽ മതി, അല്ലെങ്കിൽ തുണ്ട് എണ്ണ തൊട്ടാലും മതി. ഇനി ഇത് നമ്മളിത് ഇങ്ങനെ കുഴച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ കാസറോൾ ഉണ്ടല്ലോ, ചൂടാറാത്തത്, ഒരു ചെറിയൊരു ചൂടുണ്ട് ഇപ്പോൾ ഇതിന്. അപ്പോൾ ഈ ചൂടിൽ നമ്മൾ കാസറോളിട്ട് അടച്ചു വയ്ക്കാം. നമുക്ക് ആവശ്യത്തിന് നമ്മൾ എടുത്താൽ മതി ഉണ്ടാക്കാൻ പോകുമ്പോൾ. ഇനി നമുക്കിത് കാസറോളിലേക്ക് വെച്ചിട്ടേ അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂട് പോലെ നമുക്ക് ഉണ്ടാക്കുന്ന നേരത്ത് തുറന്നിട്ട് കുറേശ്ശെ എടുക്കുക, എന്നിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക. ഇനി നമുക്ക് ശർക്കര ഉരുക്കാം. ശർക്കര ഞാൻ പെട്ടെന്ന് അലിയാൻ വേണ്ടിയിട്ട് ഇടിച്ചിട്ടാണ് ഞാൻ പാത്രത്തിലിട്ടിരിക്കുന്നത്. ഇനി 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ശർക്കര പെട്ടെന്ന് കട്ടയാവും. 1 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നന്നായി അലിഞ്ഞു വന്നിരിക്കുകയാണ്. ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതൊന്ന് അരിച്ചൊഴിക്കണം. ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് അരിച്ചിട്ട് ഒഴിക്കാം. വേറൊരു കടായിലേക്ക് ഞാനിത് അരിച്ചൊഴിക്കുകയാണ്. എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിക്കോട്ടെ. നമുക്ക് കോഴിക്കോട്ടേക്ക് അതൊന്നും ആവശ്യമില്ല. ഇനി ഇതൊന്ന് ഒന്നുകൂടി കുറുകി വരാണ്ട് ഈ ശർക്കര. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. അത് ഒന്ന് കുറുകി വരുന്നത്. അത് വിചാരിച്ചിട്ട് നൂൽപ്പരമൊന്നും ആവണ്ട, കുറച്ച് ഒന്ന് കെട്ടിയാൽ മതി. ഇതിലിപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉരുക്കിയതല്ലേ ഈ ശർക്കര. അപ്പോൾ ഒന്ന് കുറച്ചൊന്ന് കെട്ടിയാൽ നമുക്ക് അതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. ഈ സമയത്താണ്, ഈ നാളികേരം ഇടുന്ന സമയത്താണ് നമുക്ക് അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ കപ്പലണ്ടിയോ അതുപോലെ തന്നെ ഏലക്കായുടെ പൊടി ഇതെല്ലാം ആ സമയത്താണ് ഇട്ട് കൊടുക്കേണ്ടത്. ആയിട്ടില്ല, ഒന്നും കൂടി ഒന്ന് വറ്റാണ്ട്. ശർക്കര ഒന്നും കൂടി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. ഈ സമയത്താണ് അണ്ടിപ്പരിപ്പ്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അണ്ടിപ്പരിപ്പ് ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയമാണ്. ഇനി ശർക്കര നാളികേരം കൂടിയിട്ടൊന്ന് വറ്റി വറ്റുന്നുണ്ട്. നാളികേരവും ശർക്കരയൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കിയിട്ട് ചൂടാറാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ കോഴിക്കോട്ട ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കുരിശാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് കോഴിക്കോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് അച്ചിലാണ്. ഈ ഒരു അച്ചിലാണ് ഞാനിതിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾക്ക് ഒട്ടി പിടിക്കാതിരിക്കാൻ വെളിച്ചെണ്ണ ഓയിലോ എന്താ വെച്ചാൽ അത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പുരട്ടി കൊടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ അടച്ചു പിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കാണ് മാവ് നിറയ്ക്കേണ്ടത്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. മാവ് ഞാൻ കേസറോളിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് എടുത്തിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ മാവ് കുഴച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ എല്ലാ സൈഡിലേക്കും നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് ആ ഷേപ്പിൽ കിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നാളികേരവും ശർക്കരയും കൂടി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് നോക്കാം അതെങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. ഒരു സൈഡ് ഓപ്പൺ ആക്കി, ഇനി അടുത്ത സൈഡ് നമ്മൾ കയ്യിലേക്കാണ് ഇടുന്നത്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന കോഴിക്കോട്ട ഒരു മോഡൽ. ഇനി അടുത്തൊരു മോഡലും കൂടി ഉണ്ട്, അതും കൂടി നമുക്കിത് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണ്. ഇനി അടുത്ത ഒരു മോഡൽ എന്ന് പറയുന്നത് ഈ ഒരു മോഡലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാമെന്നൊന്ന് നോക്കി നോക്കാം.
ഇനി ഇതിൻ്റെ അറ്റം നമ്മളിങ്ങനെ ഒന്ന് മൂട്ടി കൊടുക്കണം, കാരണം അത് രണ്ടും വിട്ട പോലെയാണ് നിൽക്കുക. അപ്പോൾ ഇതൊന്ന് നമ്മളൊന്ന് ഈ സൈഡൊന്ന് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതാണ് അടുത്ത മോഡൽ. ഇനി ബാക്കിയുള്ള മാവല്ലാതെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി പഴയൊരു മോഡലും കൂടി ഉണ്ടാക്കാനുണ്ട്, അത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, അതും കൂടി ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പണ്ടത്തെ കോഴിക്കോട്ട. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയ മോഡൽ അച്ചുകൾ ഇറങ്ങിയിരിക്കുന്നത്. അതാണ് നമ്മൾ അച്ചു വെച്ചുണ്ടാക്കിയത്. ഇനി ബാക്കിയെല്ലാം മാവ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, നിങ്ങൾക്ക് ഏതാണ് ഷേപ്പ് ഇഷ്ടമെച്ചാൽ ആ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുത്തിട്ട് വരാം. എൻ്റെ കോഴിക്കോട്ട ഇവിടെ റെഡി വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ എല്ലാ ആകൃതിയിലും എൻ്റെ കയ്യിലുള്ള അച്ച് വെച്ചിട്ടും കൈ കൊണ്ട് വെച്ചിട്ടൊക്കെ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻസും കൂടി അതിലറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.